ഗേസ് ഇന്ന് ഡേ 6 ആണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാട്ടോ. ഞാൻ മറ്റം, അതായത് പാവട്ടി പള്ളിയുടെ തൊട്ടടുത്ത് മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സ്റ്റേ. അവിടുന്ന് രാവിലെ ഇറങ്ങി, നല്ല മഴയായിരുന്നു രാവിലെ. പിന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് അവിടെ നിന്ന് ഒരു 8:15 ഇറങ്ങിയപ്പോ. ഇപ്പൊ ഞാനൊരു 16 കിലോമീറ്റർ ചവിട്ടിട്ട്, ഈ സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല, ഒരു 16 കിലോമീറ്റർ ചവിട്ടി കേട്ടോ. എന്നിട്ട് ചായ കുടിക്കാൻ ഒരു തട്ടറില് നിന്നൊക്കെ ആയിരുന്നു. ചായ കുടിച്ചു. ഭയങ്കര മഴ, ഭയങ്കര ക്ഷീണം, കാലിനൊക്കെ ഒരു വേദന. ഇന്ന് നമുക്ക് മെല്ലെ പോയാൽ മതി. ഇന്നൊരു 65-67 കിലോമീറ്റർ ടോട്ടല്. അപ്പൊ നമുക്ക് പതിയെ പോവാ, ഒരു 5 മണിക്കൊക്കെ എത്തുന്ന രീതിയിൽ പോയാൽ മതി. അതുകൊണ്ട് പിന്നെ നല്ല റോഡുമാണ്, കയറ്റൊന്നും ഇല്ല. മെല്ലെ പോവാ. എന്തായാലും മഴ കിട്ടിയാല്, മഴ പെയ്യട്ടെ. എന്തായാലും മഴ പെയ്താൽ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ 2 കുപ്പിലും ചൂടുവെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കുപ്പിലെ വെള്ളം പകുതി ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടാ. പിന്നെ എന്താ, ചെയിനൊന്ന് റെഡി ആക്കണം എന്നുണ്ട്. പറൂരോട്ട് ചെയിനൊന്ന് മാറ്റണമെന്നുണ്ട്. പുല്ലിപ്പോ ബാഗൊക്കെ നനഞ്ഞിട്ടാ, കുറച്ച് മഴ പെയ്തു പോ. ഓക്കെ, നമുക്ക് ഇതുവരെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥിതി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് രാത്രി സ്റ്റേ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ പരിപാടി എങ്ങനെ അറിയില്ല. എന്നാലും നമുക്ക് പോവാം കേസ് ഇവിടുന്ന്. ഞാൻ അടുത്ത സ്ഥലത്ത് എവിടെ നിൽക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. സമയം 10:30 കഴിഞ്ഞു കേട്ടോ. തൃപ്രയാർ കഴിഞ്ഞു, പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്നൊരു 28 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനൊരു ലൈമ് കുടിക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. ഭയങ്കര ക്ഷീണം. അപ്പൊ ലൈമ് കുടിച്ചാല് കുറഞ്ഞൊന്ന് പ്രതീക്ഷിക്കും. എനർജി തരണം, എനർജി വേണമല്ലോ ചവിട്ടാൻ. ഗേസ്, ഞാൻ വഴിയമ്പലം എത്തി കേട്ടോ. കൊടുങ്ങല്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് കൊണ്ടുപോകും. അങ്ങനെ ബസ് സ്റ്റോപ്പല്ല, സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ കയറി ഇരുന്നിട്ടാ. നല്ല രസമുണ്ട്. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ആയിരിക്കണം. വെയില്, മഴയില്ല, വെയിലും ഇല്ല, ഒരു മുടിക്കെട്ടിയ അവസ്ഥയാണ്. പക്ഷെ ചൂടുണ്ട് സൈക്കിൾ ഓടുന്നതുകൊണ്ട്. അയ്യോ, നമ്മൾ സൈക്കിൾ ഓടിക്കണ്ടേ, ആ ചങ്ങല ചെയിൻ മാറ്റണം കേട്ടോ. അതാണ് ഇപ്പം എൻ്റെ ഫോക്കസ്. വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മെക്കാനിക്കില്ല. അപ്പോൾ നമ്മൾ പറൂരെത്തിട്ട് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അവിടെ സൈക്കിൾ കട ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കയറിയിട്ട് ചെയിൻ്റെ വിലയൊക്കെ ചോദിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. തമ്മിൽ അറിയാം വായിക്കാൻ എന്താവുന്നു. നോക്കേ. അപ്പൊ പോവാ ഗൈസ്. നമ്മള് പൊക്കോണ്ടേക്കാണ്. ഇനി കൊടുങ്ങല്ലൂർക്ക് ഒരു 9 കിലോമീറ്റർ റോഡ് ഉണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ അതിനിടയ്ക്ക് ഒരു പണി കിട്ടി. ബ്രേക്ക് ടയറിൽ ഒരിയുന്നുണ്ട്, വരത്തില്ല വണ്ടി നീങ്ങാത്തത്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ട ഒരു സീനാണ്. അപ്പൊ ഞാൻ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്, ടൂൾസൊക്കെ എടുത്തു. എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കും. ഹോട്ടൽ ആര്യാസ് കൊള്ളാം. സുഹൃത്തുക്കളെ, നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയടാ. വീടെടുക്കാനൊന്നും പറ്റിയില്ല, ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ വിഷ്വൽ ഞാൻ ചിലപ്പോൾ 20 കിലോമീറ്റർ മുമ്പേ ആയിരിക്കും, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ജമ്പാവണം കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റണത് ഞാൻ എടുക്കുന്നുണ്ട്. വ്ളോഗല്ല ഇമ്പോർട്ടൻറ്റ്, ഞാനിത് ട്രാവൽ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. റൈഡ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ വ്ളോഗും എടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വിഷ്വൽസൊക്കെ കുറവായിരിക്കും. ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ല, ഞാനിങ്ങനെ കാസറ്റ് ടു ട്രിവാൻഡ്രം റൈഡ് അടിക്കണം കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ മുമ്പോട്ട് വന്നു കേട്ടോ. ഇതാണ് അമ്പലം. ഇതിൻ്റെ പിറകുവശത്ത് നമുക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം, പൈപ്പ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചോറ് കഴിക്കാം എന്നാണ് ഇവിടുത്തെ 2 ചേട്ടന്മാരോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ പോവാം. എൻ്റെ തൊട്ട് പിറകിൽ കാണുന്നത് കോടതി കേട്ടാ, കോടതി. അങ്ങനെ തുറന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. പണ്ടെൻ്റെ ഒരു കസിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇവിടെ വന്നതായിട്ട് ഞാൻ പോവാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു 12 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ ഒരു 3 കിലോമീറ്റർ, ടോട്ടൽ 15 കിലോമീറ്റർ. ഇപ്പൊ സമയം 2 മണിയാവും. അങ്ങനത്തെ ആയിട്ടാണ് സമയം. കൊടുങ്ങല്ലൊരു കിഴക്കനടയിൽ വന്നിരിക്കാട്ടാ. ഇവിടെ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്, പക്ഷെ മഴ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വേഗം വീട് പിടിക്കാൻ ചേട്ടാ. ഇവിടെ ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിട്ട് വെച്ചപ്പോൾ ആദ്യം ഇതൊന്ന് മറിഞ്ഞ് വീണ് ചെളിയിലോട്ട് വീണ്. എന്നിട്ട് ഞാൻ എല്ലാം അഴിച്ച് പിന്നെയും സെറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. റെസ്റ്റ് എടുത്തു. പിന്നെ കാലം വെച്ച് ചെറുതായിട്ട് മൂവൊക്കെ പരട്ടേട്ടാ. ഒരു ചെറിയൊരു പെയിൻ ഇങ്ങനെ കയറി വരുന്നുണ്ട്.
കുഴപ്പമില്ല, നമുക്കൊരു 4-4 ആകുമ്പോൾ വീട് പിടിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. അറിയില്ല, എന്തായാലും ഗേസ് സെറ്റാണ്. നമുക്ക് ചെയിൻ മാറ്റണം എന്തായാലും. ഇനി ഇവിടുന്ന് നാളെ രാവിലെ പോകുമ്പോൾ ചെയിനൊന്ന് ലൂസ് ചെയ്യണം, കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പോകാം. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അമ്പലത്തിൽ. ഓക്കെ, ഇത് പൊട്ടിപ്പോയിട്ട് എൻ്റെ ഈ സാധനം പൊട്ടിപ്പോയി പണ്ടാണ്. കുഴപ്പമില്ല. യെസ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞാൻ വണ്ടി എടുത്തു, പറവൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയ കയറ്റും പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിരിക്കില്ല, ചെറിയ കയറ്റും പരിപാടിയൊക്കെ ഉണ്ടാവും, കുറച്ച് മെനക്കെടും. കുഴപ്പമില്ല. അയ്യോ, ഞാൻ ഇത്ര പൊട്ടിക്കരുത്. മഴ വന്നിരുന്നെങ്കിൽ വൈബായിട്ട്. ഇപ്പോൾ നമ്മൾ പറവൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുരുത്തിപ്പുറത്ത് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ, നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നു. അപ്പോൾ ഈ ഫുഡ് കഴിക്കണം എവിടെയെങ്കിലും. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്ത് സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കഴിക്കണ്ടായിരുന്നു, പക്ഷെ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പമ്പിൽ നിന്ന് വെള്ളം എടുത്തു, തണുത്ത വെള്ളം. എന്നിട്ട് ഇപ്പോൾ സൈഡാക്കിയാണ്, അത് സൈഡ് ആക്കിയേക്കാണ്. അതിനടുത്ത് മൊത്തം പോയി കേസ്. വണ്ടികൾ നിരനിരയായി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കാനൊക്കെ പാകത്തിന്. ഇത് കള്ള് ഷാപ്പാണ് കേട്ടോ ഇപ്പുറത്തുള്ളത്. ആ അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. പിന്നെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ചെയിന് ചെറിയൊരു പണി പോലെ. ഞാൻ ഇവിടെ തുരുത്തിപ്പുറത്ത് നമ്മുടെ ചേട്ടൻ്റെ വീടുണ്ട്, അമ്മയുടെ. പക്ഷെ അങ്ങോട്ട് പോകാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തു. പക്ഷെ നേരെ ഫസ്റ്റ് തറവാട്ട് പോയിട്ട് പിന്നെ രാത്രി അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. കാരണം ചെയിനൊരു സുഖമില്ല, ടെക്ക് അടിക്കുന്നുണ്ട്. ഈ ചോറ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബീട്രൂട്ട് കുറേ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട്, മുട്ട, അച്ചാറ്, പപ്പടം, പരിപ്പറി. ഓ, ഇന്ന് വൈബാണ് കേട്ടോ, കൊള്ളാം. ഇന്നലെ ഉള്ളിയായിരുന്നു, ഇന്നോട്ടുള്ളിയായിരുന്നു. നല്ല പോലെ വിശന്നിരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം. ഓ, സൂപ്പർ. ഓക്കെ ഗേസ്, ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഗേസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സൈക്കിൾ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെയും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 3/4 മണിക്കൂറിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. പറവൂർ ജംഗ്ഷൻ കാണിച്ചു കേട്ടോ. പറവൂർ എത്തുമ്പോൾ ഞാൻ പറവൂരിലെ ടൗൺ കാണിച്ചു തരാം. ഗേസ്, ഈ സ്ഥലമില്ലേ, ഈ സ്ഥലം ഇവിടെയാണ് സലീം കുമാറിൻ്റെ വീട് എന്നെനിക്ക് തോന്നണം. പണ്ട് പറയണൊക്കെ ഈ ഒരു ഏരിയയിലാണ് സലീം കുമാറിൻ്റെ വീട്. ഒരു വലിയ വീടാണ്, ഇങ്ങനെ റൈറ്റ് സൈഡായിട്ട്. അത് ഇവിടെയാണോ അപ്പുറത്താണോ എന്ന് മാത്രം മാറിപ്പോയി. ഇവിടെയാണെന്ന് തോന്നണം കേട്ടോ. ഗേസ്, ഇതാണ് പൊട്ടം തെരുവ് കേട്ടോ. അതായത് പറവൂര് KSRTCയിലേക്ക് റൈറ്റിലേക്ക് പോകണം. നമ്മൾ വന്നത് അവിടെ നിന്ന് സ്ട്രേറ്റ് ഇങ്ങോട്ട് വന്നു. ഇത് ചെറായി ബീച്ചിലേക്ക് പോകണം ലെഫ്റ്റില്. നമ്മൾ സാധാരണ ഇവിടെ വന്നിട്ടാണ് ഓട്ടോ പിടിക്കാറ്. ഇവിടെ വന്ന് ബസ് ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് ഓട്ടോ പിടിക്കും. 2.5 കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം, മഴ പിടിക്കുന്നുണ്ട്. അപ്പം ഇനി വീട്ടിൽ പോയി കാണാം. ബൈ. വീട്ടിലേക്ക് ഇനി 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇതാണ് തോന്നിയാവ് ക്ഷേത്രം, ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ എൻ്റെ സ്വന്തം നാടെത്തി. എൻ്റെ അച്ഛൻ നാടാണിത്, പറവൂര്. പിന്നെ എൻ്റെ ബന്ധുക്കാർ മൊത്തം ഇവിടെയാണ്. തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, ഇവിടെ എല്ലായിടത്തും ബന്ധുക്കാരുണ്ട്. ഞാനിപ്പോൾ എല്ലായിടത്തും കയറാനൊന്നും പറ്റിയില്ല, കാരണം നമുക്ക് സമയവും നഷ്ടമാവും. പിന്നെ ഇത് ഭയങ്കര പണിയാണ്. അപ്പോൾ പറ്റണ പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെയാണ് സ്റ്റേ. നാളെ രാവിലെ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകണം എന്നാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ. ഞാൻ അമ്പലക്കുളം കാണിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ചേട്ടൻ, അച്ഛനൊക്കെ പണ്ടേ കുളിക്കാനിരുന്നതാ. ഇതാണ് തോന്നിയാവ് ക്ഷേത്രം കേട്ടോ. തോന്നിയാവ് ഭദ്രകാളി ക്ഷേത്രം. ഇതാണ് അമ്പലം, ഇത് അമ്പലക്കുളം. ഇത് കാണാതിരുന്നിട്ട് വെള്ളം നല്ല ഇപ്പോൾ പൊന്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പൊക്കെ ശരിക്കും കാണായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട് പണ്ട്. എൻ്റെ ചേട്ടനെ കുളിക്കാറുണ്ട് ഇവിടെ. ഇത് ആ വളവിൽ, ഞാൻ വന്ന വഴി, അതാണ് ഞാൻ വന്ന വഴിയേടാ. ഇനി ഇങ്ങോട്ട് പോകണം. ആ വളവിലാണ് ഞാൻ SSLCയുടെ റിസൾട്ട് നോക്കിയത്. അന്ന് ഞാനിവിടെ ലീവിന് ഇവിടെ നാട്ടിൽ വന്ന് നിൽക്കായിരുന്നു. അപ്പോൾ റിസൾട്ട് അവിടെ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ ഷോക്ക് അടിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ആ കട കാണുന്നില്ല. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ഓക്കെ, മഴ മാറിയിട്ടാ. മഴ ഇപ്പോൾ മീൻസ് അതായത് മഴക്കാറൊക്കെ പോയി ഇപ്പോൾ. ഓക്കെ, നമുക്ക് പോയിട്ട് പണിയണം കേട്ടോ. കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഓക്കെ, എൻ്റെ വെല്ലിച്ചൻ വരുന്ന പറഞ്ഞിട്ടുണ്ട് പണി വേണ്ടിയിട്ട്, ചെയിൻ ശരിയാക്കാൻ. ഇനി കുറച്ചും കൂടെ സ്മൂത്ത് ആക്കണം. ഇനി നമുക്ക് കുറേ പോകാനുള്ളതാണ്. അപ്പോൾ ഓക്കെ ബൈസ്, ഇനി ഞാൻ വീട്ടിലെത്തി കാണാം. ഗെയ്സ്, ഞാൻ
തറവാട്ടിലെത്തി. പിറകിൽ കാണുന്നതാണ് ജാക്കി. നിങ്ങൾ പണ്ടൊരു വ്ളോഗ് ഇവിടെ മീൻ വറ്റിക്കുന്ന വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അവനെ കാണിച്ചു തരാം. മീൻ വറ്റിക്കണതല്ല കേട്ടോ, കുളം വറ്റിക്കണ വ്ളോഗ്. ജാക്കി 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 എൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാ, അതുകൊണ്ട് കടിക്കത്തില്ല, അല്ലേ അത് കുറയ്ക്കരുത്. ജാക്കി 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 കില്ലടേ. ഇതാണ് നമ്മളെ ഇവിടെ തറവാട് കേട്ടോ. ഈ കുളമാണ് അന്ന് വറ്റിച്ചത്. ഇപ്പം വെള്ളം നിറഞ്ഞിരിക്കണം മൊത്തം. ഇത് ഇനി മഴ പെയ്താൽ ഇങ്ങോട്ട് കയറും കേട്ടോ വെള്ളം. ഇന്ന് രാവിലെ മഴ പെയ്ത് നിന്ന് പോലും ഇവിടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറും. ഇതിലുണ്ട് കേട്ടോ, മീൻ കൊത്തുണ്ട്, ബ്രാലൊക്കെ ഉണ്ടതുകൊണ്ട് വേണമെങ്കിൽ ചൂണ്ടിടാം. ടറ്റബല്ല അമ്പനിയെ അല്ല പടച്ചു, ഈ പാവപ്പെട്ട നമ്മളെയും അല്ല പതിച്ചു. പറയണോ ഇത് തോറ്റ് തൂറുന്നു. അക്കരെ വീട്ടിലെ പശുവിന് ഇക്കരെ വീട്ടിലെ കൂറ്റൻ മുക്ര ഇട്ടപ്പോൾ ചേന പിടിച്ചു. അക്കരെ വീട്ടിൽ പശുവിന് ഇക്കരെ വീട്ടിൽ മുക്ര ഇട്ടപ്പോ ചേന പിടിച്ചു. ക്ലൂ വേണം, ക്ലൂ ഇല്ല ഇതില്. ക്ലൂ വേണം, എന്നാലും എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്താന്നറിയില്ല. പാസ്. ഇടി കിട്ടിയപ്പോൾ കൂൺ മുളച്ചു. ഓരോ പഴഞ്ചൊല്ലി. ഇത് ഉടായ്പ പഴഞ്ചൊല്ലാടാ. നല്ലത് ചോദിക്കും, നല്ലത് ചോദിക്കണം. സിമ്പിള്. ശ്രീക്കുട്ടി ഇവിടെ നോക്കി ക്യാമറ നോക്കി. 64 മുടി. ശ്രീക്കുട്ടി പൗട്ടിട്ട് ചുഞ്ചിരിയായിട്ടാ. അക്കരെ നിൽക്കും കൊമ്പൻ കളക്കി 64 മുടിക്കയ. ആന അല്ല. അതൊരു ജീവിയാണോ? അല്ല. എന്നാ പശു. ക്ലൂ വേണം. ക്ലൂ ആണ്, പാസ് ഇല്ല. ഉത്തരം. ക്ലൂ ക്ലൂ. നമ്മള് കറിയിലിടും. 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 പച്ചക്കറിയാണോ? കറിവേപ്പില, തക്കാളി, ഉള്ളി. ഓക്കെ പറ. ഈ കയ്യിൽ ഇല്ല, അറിയില്ലല്ല. ഇല്ല. കുമ്പളങ്ങ വള്ളി. കുമ്പളങ്ങ വള്ളിയാ? അതെന്താ വള്ളി?